ഇന്ന ദിവസം 142. ഇന്ന് വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ: 2 സാമുവൽ അധ്യായം 24, 1 ദിനവൃത്താന്തം അധ്യായം 29, സങ്കീർത്തനങ്ങൾ 30. 2 സാമുവൽ അധ്യായം 24. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക, എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന് 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. അത് കാണാൻ അങ്ങേക്കിടവരട്ടെ. പക്ഷേ അങ്ങേക്ക് ഇതിലിത്ര താല്പര്യം എന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി. അവർ ഗിലെയാദിലും ഹിത്യരുടെ ദേശമായ കാദേശിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ടകെട്ടിയ ടയർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നെഗബിലുള്ള ബേർഷെബയിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ. അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമം ഉണ്ടാകുകയോ, നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ, ഏത് വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജബൂസിനായ അരുവായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? എന്നെയും എൻ്റെ പിതൃഭവനത്തെ ശിക്ഷിച്ചാലും. അന്ന് തന്നെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസിനായ അരനാവായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരവന തലയുയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭോ, ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ഭവനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠ പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരവ ദാവീദിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിനത മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, അരവന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയിൽ സംപ്രീതനാവട്ടെ. ദാവീദ് അരവനായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ശെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 29. ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ.
ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ്. ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. ആലയം മനുഷ്യന് വേണ്ടിയല്ല, ദൈവമായ കർത്താവിന് വേണ്ടിയാണ്. അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം, അഞ്ജനക്കല്ല്, പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ, എല്ലാത്തരം അമൂല്യ രത്നങ്ങൾ, വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന 3000 താലന്ത് സ്വർണവും 7000 താലന്ത് തനിവെള്ളിയും ദേവാലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം, വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. കർത്താവിനെ കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയുമാരുണ്ട്. ഉടനെ കുടുംബത്തലവന്മാരും ഗോത്ര നായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിൻ്റെ പണിക്ക് 5000 താലന്ത് സ്വർണവും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 18000 താലന്ത് പിച്ചളയും 1,00,000 താലന്ത് ഇരുമ്പും കൊടുത്തു. അമൂല്യ രത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർഷോന്യനായ യെഹിയേലിൻ്റെ മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ സ്വമനസ്സ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു. എല്ലാവരുടെയും മുൻപിൽ വച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങെല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും. അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലവും അങ്ങയുടേതാണ്. എൻ്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ടാരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു. പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി 1000 കാളയെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേലർക്കും വേണ്ടി കാഴ്ചവെച്ചു. അവർ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു, സാദോക്കിനെ പുരോഹിതനായും. അങ്ങനെ സോളമൻ പിതാവായ ദാവീദിന് പകരം കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ ഐശ്വര്യം പ്രാപിച്ചു. ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിൻ്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു. കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി. മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി.
അങ്ങനെ ജസ്സയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി വാണു. അവൻ ഇസ്രായേലിനെ 40 കൊല്ലം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. മകൻ സോളമൻ പകരം രാജാവായി. ദാവീദ് രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ അത്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുവൽ, ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഭരണം, ശക്തി, അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 30. കൃതജ്ഞതാഗാനം. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെപ്പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവേ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്നെ മരണം കൊണ്ട് എന്തു ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവേ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും.